ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇപ്പം ആണെങ്കിൽ നല്ലോണം മാങ്ങ കിട്ടുന്ന സീസണായി തുടങ്ങിയല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങയൊക്കെ വീണ് തുടങ്ങി. അപ്പോൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരി വയ്ക്കാമെന്ന് വെച്ചാൽ അപ്പോൾ 4 മാങ്ങയാട്ടോ എടുത്തേക്കുന്നത് മാമ്പഴ പുളിശ്ശേരിക്ക്. അപ്പോൾ അതിനെ നമുക്കൊന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. 4ത്തിൻ്റെയും തോലൊക്കെ പറിച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, ഞാൻ ആകെ 4 വെക്കണുള്ളൂ. 4 മാങ്ങ കൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി വെക്കണത്. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായി തോലൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു കുക്കറിലേക്ക് ഇടാം കേട്ടോ. കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ ഒരു കുറച്ച് മുളക് പൊടി, പിന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളമില്ല കേട്ടോ. മാങ്ങ വേവാനായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിലടിക്കാം കേട്ടോ. ഒരു വിസിൽ മതി, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. അപ്പോൾ ശരിക്കും ഇതൊക്കെ മൺകലത്തിൽ വയ്ക്കുമ്പോഴായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പക്ഷേ എൻ്റെ കയ്യിൽ കുഞ്ഞ് മൺകല്ലില്ലേ കൂട്ടാൻ വയ്ക്കണത്, പൊട്ടിപ്പോയി. അപ്പോൾ അതിപ്പോൾ കുക്കറിൽ വെച്ച് ഇതൊക്കെ മൺകലത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് എന്നറിയാം. നല്ല ടേസ്റ്റാണ് മൺകലത്തിലൊക്കെ കൂട്ടാൻ വയ്ക്കാനെങ്കിൽ. അങ്ങനെ പിന്നെ ഇത് പടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഒരു കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും, പിന്നെ കുറച്ച് എരിവിന് പാകത്തിന്, ഒരുപാടല്ല, കുറച്ച് കുരുമുളകും, പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ട് നന്നായി ഇങ്ങനെ തിളച്ച് കുറുകി ഒഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം മധുരം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നാളെ അരപ്പ് ചേർക്കണേക്കാളും മുപ്പാട് അങ്ങനെ നമ്മൾ നാളേനൊക്കെ അരച്ച് അരപ്പ് ചേർക്കാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ അരപ്പൊക്കെ ചേർത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോഴേൽ ചേർത്തത് തൈരാട്ട, പുളിയില്ലാത്ത തൈര് ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ അതിൽ വേപ്പിലിട്ടു, പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ലേശം കൂടി ശർക്കര ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ശർക്കര കൂടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി ഒന്ന് തിളച്ച് വാങ്ങി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കൂട്ടാൻ കാച്ചാട്ടോ. അപ്പോൾ നമ്മളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 മണി, കുറച്ച് ഒരുപാടല്ല കേട്ടോ, കുറച്ച് ഉലുവയും പിന്നെ കടുക്, പിന്നെ നമ്മുടെ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ല കേട്ടോ. എന്തോ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കറിയായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ ഇഷ്ടമില്ലാത്ത കറികളൊക്കെ നമ്മൾ വലുതാകുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ട് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ റെഡി ആയിട്ട് നല്ല അടിപൊളി കറിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക.